ഫസ്റ്റത്തെ നോമ്പിന് ഏതായാലും പത്തിരി ഇറച്ചിക്കറി ഉണ്ടാക്കിയില്ല. ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് ലേശം ചോറ് ഉണ്ടാക്കാറുണ്ട്. ഞങ്ങൾ രണ്ടാളും കൂടിയും ബിരിയാണി ഉണ്ടാക്കാരിച്ചു. ഞാൻ കുറച്ച് ഉള്ളിയും ക്യാരറ്റും അയക്കുള്ളതൊക്കെ അരിഞ്ഞെടുത്തു. ഉമ്മയാണെങ്കിലോ കോഴി എന്നാക്കാനൊന്നു. അങ്ങനെ ഏതായാലും ക്യാരറ്റും ഉള്ളിയൊക്കെ ഞാനങ്ങനെ മെല്ലെ അരിഞ്ഞെടുക്കേനു. അത് അരിഞ്ഞെടുത്തിട്ട് മണച്ച് ഉപ്പേരിക്കൊക്കെ ഉണ്ടാക്കാൻ. അങ്ങനെ ഏതായാലും അത് അരിഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ കഞ്ഞിക്കുള്ള ഉപ്പേരിക്ക് പച്ചയ്ക്കും ലേശം ക്യാരറ്റും ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. എന്നോ കാലുള്ള ക്യാരറ്റാണ്. പറ്റ ജീവൻ വെക്കണം. അപ്പോൾ ആ ക്യാരറ്റും പച്ചയ്ക്കും കൂടിയാണ്ട് ഉപ്പേരിയും വെച്ചു. അത് കഴിഞ്ഞിട്ട് വേണം തൈര് ഉണ്ടാക്കാൻ. അങ്ങനെ ഏതായാലും തൈര് ഉണ്ടാക്കാൻ നിന്നപ്പോൾ ഉമ്മ പറഞ്ഞു ഇക്കണ്ട ഉള്ളി ഒന്നായിട്ട് ബിരിയാണിക്ക് ഇടണ്ടായിരുന്നു. ആ ഉള്ളിയും കുറച്ച് ക്യാരറ്റും കൂടി ഉണ്ടായിരുന്നു, അതും ഇട്ടു. പിന്നെ ആ ഉള്ളി തൈ ഉണ്ടാവില്ല അരച്ച് കണ്ട് ലേശം കൂടി ഉള്ളി അങ്ങണ്ട് തൈർക്ക് വെട്ടിയിട്ടു. അങ്ങനെ ഏതായാലും തൈര് റെഡിയായി. തൈര് റെഡിയായിക്കാണ്ട് ഉമ്മാൻ്റെ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ ഉമ്മ അതാ കോയൊക്കെ അടുപ്പത്ത് കയറ്റി അത് തീമലായിക്കണു. അങ്ങനെ ഏതായാലും അത് റെഡിയായപ്പോഴത്തേന് തുത്താപ്പി സ്കൂളിട്ടും വന്നു. പിന്നെ ഞാൻ ക്ലീനിങ്ങിന് ഇറങ്ങി. ക്ലീനിങ്ങാണ് പാത്രം മോറലും തൊണ്ട് തുടക്കലും. വെജ്ജ. ഏതായാലും അത് കഴിഞ്ഞാണ്ട് ഞാൻ തേങ്ങ അരിണ്ടാൻ നിന്നു. തരിക്കഞ്ഞിക്ക് ലേശം തേങ്ങ അരിക്കാണ്ട് ഇടാരിച്ചു, തേങ്ങാപ്പാലയിക്കാണ്ട്. അങ്ങനെ അതും കഴിഞ്ഞിക്കാണ്ട് ഞാൻ പിന്നെ കൂട്ടാൻ തീമച്ചേക്കണം. ഉമ്മ ചോറൊക്കെ ദമ്മിട്ടേക്കുട്ടോ. പിന്നെ അത് തീമച്ച് അത് വാങ്ങിക്കാണ്ട് പിന്നെ കഞ്ഞിക്ക് തിച്ചുടിപ്പിച്ചു. പുകഞ്ഞിട്ട് കത്തുണ്ടേ, ഊതിയിട്ട് അങ്ങോട്ട് കത്തൂല. അങ്ങനെ ഏതായാലും അത് കഴിഞ്ഞ് ഉമ്മ തരിക്കഞ്ഞിയും അതിൻ്റെ അടിയിൽ ഉണ്ടാക്കി വെച്ചേക്കണം. അപ്പോഴത്തിന് സമൂസക്കാരൻ വന്നപ്പോൾ ലേശം സമൂസ അങ്ങോട്ട് മാങ്ങി വെച്ചു. ഇന്ന് പിന്നെ ഏതായാലും ഇനിയിപ്പോൾ ഇന്നലെ വത്തക്കള്ള ഉണ്ടാക്കിയല്ലോ, ഇന്ന് ഇനിയിപ്പോൾ നാരങ്ങള്ള ഉണ്ടാക്കാരിച്ചിക്കാണ്ട് ഇഞ്ചൊക്കെ ഇട്ടുകാണ്ട് ലൈമ് പോലെ ഒരു നാരങ്ങള്ള അങ്ങോട്ട് അടിച്ചു വെച്ചു. അപ്പം ഉമ്മ ഉണ്ട് പറയണു ചീരുള്ളി അരിഞ്ഞൂടെ തൂമ്പിച്ചിട്ടില്ല തരിക്കഞ്ഞിയാറ്. അങ്ങനെ ചീരുള്ളി നെജ്ജിൽ കുറച്ച് വാട്ടിക്കാണ്ട് ചീരുള്ളി അങ്ങോട്ട് വാട്ടി അങ്ങോട്ട് ഇട്ടു. അപ്പം പിന്നെ തരിക്കഞ്ഞിയും അവിടെ റെഡിയായി. പിന്നെ അടുത്ത ട്രിപ്പ് പാത്രം മോറാൻ ഇറങ്ങി. ഈ പാത്രങ്ങൾ ഞാൻ മോറി മറക്കുന്നല്ലാതെ അതിൻ്റെ അടിയിൽ ചോറും വന്നേക്കണം. ചോറ് പിന്നെ ഊറ്റാൻ നിന്നുകാണ്ട് പിന്നെ ഞാൻ വേറെ പണിയൊന്നും ഇല്ലല്ലോ, വേഗം ചോറ് ഊറ്റിയൊക്കെ ഇട്ട് നോമ്പറക്കാനായി തുടങ്ങിക്കണു. ഇന്നിപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങൾക്ക് നോമ്പറക്കാനുള്ളത്. നിങ്ങൾക്കൊക്കെ എത്തൊക്കെയായിരുന്നു? ഇമ്മ അതാക്കണം അവിടെ ചോറ് ദമ്മ് പൊട്ടിച്ചേനു കേട്ടോ. ഒരു ബസ്സിക്ക് ലേശം ചോറും ലേശം തൈരും കുറച്ച് അച്ചാറും ഒരു പപ്പടത്തിൻ്റെ കണ്ടും കോഴി ഇറച്ചിൻ്റെ ഒരു കഷ്ണവും ഒക്കെ പാടാണ് കൂട്ടി കുഴച്ചാണ്ട് തിന്നണം. അതിൻ്റെ അടാ എന്തോ ടേസ്റ്റാ.